ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് എൻ്റെ കസിൻ്റെ കല്യാണ വ്ലോഗാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു 4 വർഷങ്ങൾക്ക് ശേഷം ഞങ്ങളുടെ ഫാമിലിയിൽ, അത് എൻ്റെ ഉമ്മീൻ്റെ ഫാമിലിയിൽ വരുന്ന ഫസ്റ്റ് വെഡ്ഡിംഗ് ആണ്. നമ്മളങ്ങനെ കട്ട വെയിറ്റിംഗ് ആയിട്ടുണ്ടായിരുന്ന വെഡ്ഡിംഗ് ആണെന്ന് പറയാം. തൊട്ട് തലേദിവസം തന്നെ നമ്മൾ മൈലാഞ്ചിയൊക്കെ ഇട്ട് കൈയൊക്കെ ഇങ്ങനെ നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കാണുകയാണ്. രാവിലെ എണീറ്റപ്പോൾ അത്യാവശ്യം നല്ല കളറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ച് റെഡിയൊക്കെ ആയിട്ട് വേണം നമുക്ക് നമ്മുടെ ഓഡിറ്റോറിയത്തിലോട്ട്, അതായത് മെഹന്തി ഫംഗ്ഷൻ നടക്കുന്ന ഓഡിറ്റോറിയത്തിലോട്ട് പോവാൻ. വീട്ടിൻ്റെ അടുത്തുനിന്ന് കുറച്ചേ ഉള്ളൂ. വീട്ടിൽ നമുക്കങ്ങനെ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ നേരെ ഓഡിറ്റോറിയത്തിലോട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ വെച്ചിട്ടാണ് നമ്മുടെ മെഹന്തി ഫംഗ്ഷൻ ഉള്ളത്. ഓൾറെഡി പറഞ്ഞല്ലോ, മെഹന്തിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഫംഗ്ഷന്റെ ഇതിന് വേണ്ടി നമ്മൾ ഒന്നും കൂടെ മെഹന്തി ഇടുകയാണ്. വെറ്റിലയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ദേ മൈലാഞ്ചിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യം മാമച്ചി ആന്റിയൊക്കെ തന്നെ ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനും ലാലും ഒക്കെ ഇടാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്നിട്ടും അവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. ലാലും മീനും തമ്മിലുള്ളൊരു ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ജനിച്ചതും വളർന്നതൊക്കെ ഒരുമിച്ചാണെന്ന് പറയാം. കാര്യം അത്രയും ഇവര് സെയിം ഏജ് ആണ് ട്ടോ. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇവര് സെയിം ഏജ് ആണ്. ഞാനാണ് ഇതിൽ ഇത്തിരി മൂത്തത്. ആഹ് എനിക്ക് ഇവര് തമ്മിൽ അത്യാവശ്യം നല്ല ഏജ് ഗ്യാപ്പ് വരുന്നുണ്ട്. അപ്പോ അങ്ങനെ നമ്മള് സ്വീറ്റ്സ് ഒക്കെ കൊടുത്തു. എന്താ എനിക്ക് ഇതിനകത്ത് പറയേണ്ടതെന്ന് അറിയത്തില്ല. ഞങ്ങള് ശരിക്കും അവിടെ ഇരുന്ന് പറഞ്ഞത് എന്താന്നുള്ളത് മറന്നുപോയി. നമ്മളെന്തോ ഡ്രസ്സ് അറേഞ്ച് ചെയ്യുന്നതിന്റെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ പറയായിരുന്നു. പിന്നെ വീഡിയോസൊക്കെ ഫോട്ടോസൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് മെല്ലെ ഇറങ്ങാനുള്ള പ്ലാനാണ്. പക്ഷെ മീനു ഒരു തരത്തിൽ വിടുന്നില്ല. കാര്യം നമുക്കറിയാലോ, നമ്മൾ ആ ഒരു സ്റ്റേജിന്റെ മോളിൽ ഇരിക്കുമ്പഴത്തേക്കും നമുക്ക് നല്ല ടെൻഷൻ ഉണ്ടാവുമായിരിക്കുമല്ലോ. എനിക്കുണ്ടായിരുന്നു. അപ്പോ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ താഴോട്ട് ഇറങ്ങി വന്നിട്ട് പിന്നെ നമ്മുടെ മെയിൻ പരിപാടി ഇതേ ഫോട്ടോ എടുക്കൽ, വീഡിയോ എടുക്കൽ, അങ്ങോട്ടോടൽ, ഇങ്ങോട്ടോടൽ. അപ്പഴത്തേക്കും ചെറുക്കന്റെ വീട്ടിൽ നിന്നൊക്കെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. ഡ്രസ്സൊക്കെ ദേ കൊടുക്കുകയാണ്. അതുപോലെ തന്നെ വേറെ ഗിഫ്റ്റ്സ് ഐറ്റംസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ മെല്ലെ പരിപാടീസൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ പരിപാടി കഴിഞ്ഞ് ദേ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി നേരത്തെ തന്നെ വീട്ടിലോട്ട് പോണം. കൊല്ലായിലോട്ട് തന്നെയാട്ടോ പോകുന്നത്. കാര്യം അടുത്ത ദിവസം രാവിലെ നമുക്ക് ആഹ്, എന്താ പറയാ, നമുക്ക് നേരെ ഓഡിറ്റോറിയത്തിലോട്ട്, കല്യാണം നടക്കുന്ന ഓഡിറ്റോറിയത്തിലോട്ട് പോവാനുണ്ട്. ഇറങ്ങുന്നതിന് മുന്നേ ഒന്നും കൂടെ ഒന്ന് വീഡിയോ എടുത്ത്, നമുക്കിങ്ങനെ ഫോട്ടോസും വീഡിയോസും എടുത്ത് കഴിഞ്ഞാൽ എത്ര എടുത്താലും മതിയാവത്തില്ലല്ലോ. അതുകൊണ്ട് നമ്മളിങ്ങനെ പിന്നെയും പിന്നെയും എടുത്തോണ്ടൊക്കെ ഇരിക്കുവാണ് കേട്ടോ. ദാ വീട്ടില് ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇങ്ങനെ പന്തൽ അങ്ങനെ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല വീട്ടിൽ വെച്ചിട്ട്. എല്ലാം ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ. ഇത് നെക്സ്റ്റ് ഡേ, അതായത് കല്യാണത്തിന്റെ അന്ന് രാവിലെ വെളുപ്പാങ്കാലം ഒരു 5 മണി 5:30 ടൈമാണ് ട്ടോ ഇത്. നേരെ അവിടുന്ന് നഗരൂര് ക്രിസ്റ്റല് വെച്ചിട്ടായിരുന്നു വെഡ്ഡിങ്. അപ്പൊ നേരെ അങ്ങോട്ടാട്ടോ വന്നിട്ടുള്ളത്. നമ്മൾ വരുന്ന ഒരു ടൈം ആയപ്പോഴത്തേക്കും നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു മീനുവിനെ ഒരുക്കാനുള്ളത്. അങ്ങനെ നേരെ ഒരുങ്ങാനായിട്ട് അവളുടെ ഒരുങ്ങാനായിട്ട് പോയിരുന്നു. ഞങ്ങള് ഞങ്ങടെ ഹെയർ കെട്ടാനും ഒക്കെ ആയിട്ട് വേറൊരു കുട്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നമ്മുടെ പരിപാടി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം നമ്മൾ ഈ ധൃതി പിടിച്ചിട്ട് മുടി കെട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക് ഉള്ള പരിപാടിയാണ്. എനിക്ക് മേക്കപ്പ് ഇടുന്നതിന്റെ കുഴപ്പമില്ല, ഒറ്റയ്ക്ക് ഇടാനായിട്ട് അറിയാം. പക്ഷെ ഹെയർ കെട്ടാൻ കുറച്ച് മനസ്സമാധാനമായിട്ട് നിന്ന് കെട്ടുകയാണെങ്കിൽ ഓക്കെയാണ്. ഇല്ല, പെട്ടെന്ന് ധൃതിയിൽ കെട്ടാൻ എനിക്ക് കിട്ടത്തില്ല. അങ്ങനെ നമ്മുടെ ആ കുട്ടി വന്നിട്ട് നന്നായിട്ട് തന്നെ മുടിയൊക്കെ കെട്ടി സെറ്റാക്കി തന്നു. എനിക്ക് ലാലുവിന്റെ കെട്ടി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ അവളുടെ ഒരു സിൽക്കി സിൽക്കി ഹെയർ ആയതുകൊണ്ട് കുറച്ചുകൂടി ഭംഗിയായിരിക്കുമല്ലോ. എൻ്റെ ഒരുമാതിരി ചുരുണ്ട ഹെയർ ആണ്. അത് ഒതുക്കി വെക്കാൻ നല്ല കഷ്ടപ്പാടാണ്. പക്ഷെ എനിക്ക് കെട്ടിയത് ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് നമ്മൾ മിന്നുവിന് ഒരുക്കി കൊടുത്തോണ്ടിരിക്കുകയാണ്. പിന്നെ ദാ ഇവിടെ വീഡിയോസും ഫോട്ടോസും ഒക്കെ തകൃതിയായിട്ട് എടുക്കുന്നത് കൊണ്ടിട്ടുള്ള ആക്ടിംഗ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഒരു ഫാമിലി എന്താ പറയാ, വീഡിയോ എടുപ്പും ഫോട്ടോ എടുപ്പും ഒക്കെയാണ്. സത്യത്തിൽ ഈ ഒരു ടൈമിൽ ഒരുപാട് ആൾക്കാരൊന്നും വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അത് മാത്രമല്ല, ഒരുപാട് വെയിലും ഉണ്ടായിരുന്നില്ല. കാര്യം വെയിലൊക്കെ നന്നായിട്ട് വന്നാൽ നമുക്ക് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കാനായിട്ട് അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതിന് മുന്നേ തന്നെ ഔട്ട്ഡോർ ഷൂട്ടിങ്സ് ഒക്കെ അങ്ങ് കംപ്ലീറ്റ് ആക്കി വെച്ചാൽ എളുപ്പമായല്ലോ. പിന്നെ നമ്മളൊന്ന് ഫിറ്റ് ചെക്ക് ചെയ്യണം, ഓക്കെ ആണോ എന്നൊക്കെ ഉള്ള കണക്ക്. കുഴപ്പമില്ലാല്ലേ. പിന്നെ ദേ ഇവിടെ കപ്പിൾസിന്റെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. എനിക്ക് സത്യത്തിൽ ഉണ്ടല്ലോ, ഈ ഒരു ഹാളില് ഈ സ്റ്റേജ് ഡെക്കോർ ചെയ്തത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളി കണക്ക് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സൈഡിലെ സ്ക്രീനിൽ നമ്മുടെ ബ്രൈഡൽ ഷവറിന്റെ പരിപാടികളും അതുപോലെ നമ്മുടെ അരിക്കുത്തിന്റെയൊക്കെ പരിപാടീസൊക്കെ ഇങ്ങനെ ഇട്ടോണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ആ ഒരു നമ്മള് റീക്രിയേറ്റ് മീൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നതിന്റെ ഒന്ന് ഓർമ്മകൾ അയവിർത്തോണ്ടിരിക്കുകയാണ്. അന്നത്തെ ദിവസമൊക്കെ പറ്റിയിട്ട് നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ.
ഇതൊക്കെ ഒരു ധൃതിയില് എടുപിടി എന്നുള്ള ഒരു സെറ്റപ്പില് ചെയ്തയാണ്. ഒരുപാട് പ്ലാൻ ചെയ്ത് ചെയ്യാനൊരു ഗ്യാപ്പൊന്നും ശരിക്കും ഈ അരിക്കുത്തിലൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ബ്രൈഡ്സ് എപ്പഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഹൈഡ്രേഷൻ. സോ മീനു അതിന്റെ കാര്യത്തില് നല്ല മിടുക്കിയാണ്. അവള് വെള്ളമൊക്കെ കുടിച്ച് നല്ല സുന്ദരി കുട്ടിയായിട്ട് നിൽക്കുന്നത്. എനിക്ക് മീനുനെ ഒരിക്കൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അഗെയിൻ വീഡിയോസൊക്കെ എടുത്തോണ്ടിരിക്കുകയായിരുന്നു. ആ സ്റ്റേജ് നോക്കി എന്ത് രസമല്ലേ കാണാനായിട്ട്. നല്ല രസമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മള് ചുമ്മാ ഇങ്ങനെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് എടുക്കുകയാണെന്ന് പറയേയില്ലല്ലോ. നമ്മള് ചുമ്മാ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ദേ നിക്കാഹിന്റെ പരിപാടിയൊക്കെ തുടങ്ങി. അപ്പൊ അവിടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിക്കാഹൊക്കെ കഴിഞ്ഞതിന് ശേഷം ദേ രജിസ്റ്ററിൽ ഒപ്പിടാൻ പോകുന്ന ഒരു ചടങ്ങാണ്. അപ്പോഴും തന്നെ ഞാൻ വീഡിയോ അങ്ങ് എടുത്തു വെച്ചു. ഇതൊക്കെ ഒരു മെമ്മറി ആണല്ലോ, സ്വീറ്റ് മെമ്മറി ആണല്ലോ. അപ്പോഴത്തേക്കും നമുക്ക് കിട്ടിയ ഒക്കേഷൻ ഞാൻ അങ്ങ് വീഡിയോ ഒക്കെ എടുത്ത് വെച്ചു കേട്ടോ. ഒപ്പിട്ട് കഴിഞ്ഞിട്ടുള്ള മീനുവിന്റെ ഒരു ചിരിയാണ്. എന്താണ് ഇതെന്ന് പറയാനുള്ളത് ചോദിച്ചപ്പോൾ ആളിങ്ങനെ ചിരിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോ ഗ്രൂമിന്റെ എൻട്രി ആണ് കേട്ടോ നടക്കാൻ പോകുന്നത്. ആം, ശരിക്കും പറഞ്ഞാൽ ഇത് നമുക്ക് അവിടെ നിന്ന് ലൈവായിട്ട് കണ്ടുകൊണ്ട് നിൽക്കാനുള്ള ടൈം ഉണ്ടായിരുന്നില്ല. ഇത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ബ്രൈഡിന്റെ എൻട്രി ഉണ്ടല്ലോ. ജസ്റ്റ് ഒന്ന് അവിടെ എന്താ നടക്കണേന്നൊന്ന് ജസ്റ്റ് നോക്കിയിട്ട് ഞങ്ങൾ നേരെ ബ്രൈഡിന്റെ അടുത്തോട്ട് മീനുവിന്റെ അടുത്തോട്ട് പോയിട്ടുണ്ടായിരുന്നു. അവളുടെ എൻട്രി ആയതുകൊണ്ടിട്ട് ഇനിയിപ്പം ദേ നമ്മുടെ ബ്രൈഡിന്റെ എൻട്രി ആയിട്ടുണ്ട്. അങ്ങനെ ബ്രൈഡിനെ നമ്മൾ വിളിച്ചുകൊണ്ട് വന്ന് ദാ പരിപാടി മെല്ലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് സത്യത്തിൽ എനിക്ക് ഭയങ്കര ഒരു അടിപൊളി മൊമെന്റ് ആയിട്ട് ഫീൽ ചെയ്യാണ്. ആ ഒരു നല്ല രസമുണ്ടായിരുന്നു. എനിക്കൊരു ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് ഹാപ്പി ദേ കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പൂമാലയൊക്കെ ഇട്ട് കഴിഞ്ഞു. ഓൾറെഡി നമ്മുടെ രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞു. എന്നാലും പൂമാലയൊക്കെ ഇട്ട് അപ്പോഴാണല്ലോ കംപ്ലീറ്റ് ഒരു ഇതാവുക. ദേ നമ്മുടെ ബ്രൈഡ്, ഗ്രൂം ഒക്കെ ദേ നിൽക്കുന്നു. എല്ലാ പരിപാടിയും കഴിഞ്ഞ് കഴിഞ്ഞ് ഒരു 2 മണിയൊക്കെ കഴിഞ്ഞ് കാണുമായിരിക്കും. നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ദേ വന്നിരിക്കുകയാണ്. ലാസ്റ്റ് ഇതിലാണ് നമ്മൾ ഇരുന്നിട്ടുണ്ടായിരുന്നത്. കാര്യം നമുക്ക് അത്രയും നേരം വരെ അങ്ങോട്ടോട്ടോ ഇങ്ങോട്ടോട്ടോ ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ഫുഡും അത്യാവശ്യം നല്ല ഫുഡായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ ചിക്കൻ ഇതുപോലത്തെ സാധനങ്ങൾ കഴിക്കാത്തത് കൊണ്ടിട്ടുള്ളൊരു ഫുഡ് അങ്ങോട്ട് നന്നായിട്ട് എനിക്ക് എക്സ്പ്ലോർ ആക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ കുറച്ച് ഡയറ്റ് കാര്യങ്ങളൊക്കെ ആയത് കൊണ്ടിട്ട് കേട്ടോ. ദേ ഇനിയിപ്പോ മീനുവിനെ വിളിച്ചോണ്ട് പോവാനുള്ള ഒരു പരിപാടി ചടങ്ങിലോട്ട് കടക്കുകയാണ്. അങ്ങനെ ഇവരൊക്കെ കാറിലോട്ട് കേറിയിട്ടുണ്ട്. ആൻഡ് എനിക്കിപ്പോഴും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ലാലും മീനും ഏകദേശം ഇല്ല ഇവർ സെയിം ഏജ് ആണ്. 2 മന്ത്സ് ഡിഫറൻസ് എന്തോ മാത്രമേ ഉള്ളൂ കേട്ടോ.
സോ ദാറ്റ് എൻ്റെ മൈൻഡിൽ ഇപ്പഴും നിൽക്കുന്നേന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ ഇവരെയൊക്കെ കാട്ടി കുറച്ച് മൂത്തതാണല്ലോ. അപ്പോ ഇവരിങ്ങനെ കുഞ്ഞായിരിക്കുമ്പോ നമ്മളെ എടുത്തോണ്ട് നടക്കുന്ന ആ ഒരു സംഭവമൊക്കെ ഉണ്ടല്ലോ, അതാണ് എൻ്റെ മൈൻഡിൽ ഇരിക്കുന്നത് കേട്ടോ. ഇനി അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കല്യാണം നടക്കുമ്പോഴും എൻ്റെ മനസ്സിൽ അയ്യോ! എടുത്തോണ്ട് നടന്ന കൊച്ചാണല്ലോ, അങ്ങനെ ഒരു ഇത് വരും. പിന്നെ എനിക്ക് ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ളൊരു കാര്യംന്ന് വെച്ച് കഴിഞ്ഞാ, ആഹ് കുഞ്ഞായിരുന്നപ്പോഴത്തേക്കും എന്താ നമ്മൾ ഇവളെ എടുത്ത് ഇങ്ങനെ സ്ലാബിന്റെ മണ്ടേല്, അതായത് കിച്ചണില് ഈ ഒരു സ്ലാബിന്റെ മണ്ടേല് ഞാനിങ്ങനെ ഇവളെ എടുത്ത് നിർത്തിയേക്കാണ് ട്ടോ. അപ്പൊ ഇവള് ഭയങ്കര ക്യൂട്ട് ആയതുകൊണ്ട് നമ്മളിങ്ങനെ കൊഞ്ചിക്കാനൊക്കെ ചെല്ലുവല്ലോ. ചെന്നപ്പോഴത്തേക്കും എന്റെ മുഖത്ത് ടപ്പേ ടപ്പേന്ന് 2, 3 അടി അടിച്ചതാണ്. അതാണ് എനിക്ക് എപ്പളും ഓർമ്മ വരുന്നൊരു കാര്യം കേട്ടോ. അങ്ങനെ കല്യാണത്തിന്ന് പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മളൊന്ന് ചെറുക്കന്റെ വീട് കാണാനായിട്ട് ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോ നൈറ്റ്ത്തെ റിസപ്ഷൻ ഫംഗ്ഷനാണ്. അത് ചെറുക്കന്റെ വീട്ടിലെ ഫംഗ്ഷനാണ് ട്ടോ. അപ്പൊ നേരെ നമ്മളവിടെ ഹാളിലോട്ട് എത്തിയിട്ടുണ്ട്. ഞാൻ ഈ ഹാളിന്റെ പേര് ശരിക്കും പറഞ്ഞാ മറന്നുപോയി ട്ടോ. അങ്ങനെ അവിടെ ദേ നമ്മൾ എത്തുന്നതിന് മുന്നേ തന്നെയൊക്കെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ പരിപാടിയൊക്കെ ഒന്ന് സ്റ്റാർട്ട് ആക്കിയതിന് ശേഷമാണ് എത്തിയത്. കാര്യം 2 ഡേയ്സിലത്തെ ഓട്ടം, നടുകഴപ്പും കാലുകഴപ്പും ഒക്കെ ഉള്ളോണ്ട് ഒന്ന് റെസ്റ്റ് എടുത്തിട്ടാണ് ചെന്നിട്ടുണ്ടായിരുന്നത്. നേരെ ഫോട്ടോ എടുക്കാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് കേറിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെയും നല്ല പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. മൊത്തത്തിലൊരു കളർഫുൾ, എന്താ പറയാ, ഒരു വൈബ്രന്റ് ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫാമിലി ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷം കേക്ക് കട്ടിംഗ് സെറമണിയിലോട്ട് കടന്നിട്ടുണ്ട്. ഒരു ഹാപ്പി മൊമെന്റിൽ എപ്പോഴും കേക്ക് എന്താ പറയാ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു കാര്യമാണല്ലോ അല്ലെ. ഇപ്പൊ എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും നമ്മളൊരു നല്ല ഹാപ്പിനെസ് ഉള്ളൊരു കാര്യമാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും കേക്ക് മുറിച്ചിട്ട് നമ്മുടെ സന്തോഷം പ്രകടിപ്പിക്കുമല്ലോ. അപ്പൊ ദേ അങ്ങനെ കേക്ക് കട്ടിംഗ് സെറമണിയും ഏകദേശം കഴിയാറായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദേ നമ്മുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞു. ലാസ്റ്റ് ഒന്നും കൂടെ മീനും ലാലും കൂടെ ഫോട്ടോ എടുത്തോണ്ടിരിക്കും. നമുക്കിങ്ങനെ ഫോട്ടോസും വീഡിയോസും എടുത്താൽ അതങ്ങോട്ട് തൃപ്തി വരത്തില്ല ട്ടോ. ഇങ്ങനെ എടുത്തോണ്ടേ നിക്കണം. അത് കഴിഞ്ഞ് ദേ ഫുഡൊക്കെ കഴിച്ചു. ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയപ്പോഴാണ് ഐസ്ക്രീമും കേക്കും അതൊക്കെ കണ്ടത്. ഞാൻ പൊതുവേ ഐസ്ക്രീംസ് ഒന്നും കഴിക്കാതിരിക്കും. അപ്പൊ ലാലു എന്നെ ഇങ്ങനെ സൈഡിൽ നിന്ന് കളിയാക്കുന്നുണ്ട്. "നീ ഇതൊന്നും കഴിക്കത്തില്ലെന്ന്" വലിയ ഡയലോഗ് അടിച്ചിട്ട്, "ദേ ഇതൊക്കെ ഇപ്പൊ കഴിക്കല്ലേന്ന്." സന്തോഷം വരുമ്പോ നമ്മള് സ്വീറ്റ്സ് എന്തായാലും കഴിക്കാനൊരു ഇത് വരുമല്ലോ. പിന്നെ ഇത് കാണുമ്പോഴും കഴിക്കാതിരിക്കാൻ തോന്നില്ല. അപ്പൊ ഞാൻ ഓർത്തു അങ്ങട് കഴിക്കാന്ന്. ആൻഡ് ഫൈനൽ ക്ലിപ്പിംഗ് ആണ് നമ്മുടെ വെഡ്ഡിങ്ങിന്റെ.